രണ്ട്, അവിടെ എന്ത് ഡിലേ വന്നാലും ഇപ്പോഴും സർക്കാരിൻ്റെ പട്ടിക പൂർത്തിയാക്കപ്പെട്ടു. സർക്കാരിൻ്റെ പട്ടിക പൂർത്തിയാക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് ആർക്കെങ്കിലുണ്ടോ? ആ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾ എത്ര ആളെ ഞാൻ കാണിച്ചു തരാം. ആ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന അർഹതപ്പെട്ട ആളുകളെ കാണിച്ചു തരാൻ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ജനപ്രതിനിധികൾ കൂടിയുണ്ട്. ഞങ്ങൾക്ക് സാധിക്കും. ഇനി ആ പട്ടികയ്ക്കകത്ത് അർഹതയില്ലാത്ത ആളുകളെ കൂടി കുത്തിക്കയറ്റിയിട്ടുണ്ട് എന്ന് ഇന്ന് ആളുകൾക്കിടയിൽ വിമർശനമുണ്ടല്ലോ. എത്രയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതുകൂടി ഒന്ന് അന്വേഷിച്ചൊരു വാർത്ത ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ സർക്കാരിൻ്റെ പട്ടിക പോലും ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി 778 കോടി രൂപ കൈവശമുള്ള ഖജനാവിലുള്ള ഏത് പ്രതിസന്ധിയെ പോലും ഒരൊറ്റ ഉത്തരവ് കൊണ്ട് അതിജീവിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ അതിനെ ഞങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കൂ? ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ലേ. ഞങ്ങളിവിടെ ഭരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ വൈകിയാൽ, സർക്കാരിൻ്റെ പോലെ നിർമ്മാണ പ്രവർത്തനം വൈകിയാൽ ഞങ്ങളെ ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ പിന്നെ പൊതുജനങ്ങളിൽ നിന്ന് മറ്റൊരു രീതിയിൽ സമാഹരിച്ച പണം പോലുമല്ല. ഞങ്ങളുടെ പാർട്ടി കേഡറുകളിൽ നിന്ന് മാത്രം സമാഹരിച്ച പണം സംബന്ധിച്ചിട്ടാണ്. അതും വൈറ്റായിട്ട് മാത്രം സമാഹരിച്ച പണമാണ്. ഒരു ആപ്പിനെ പറ്റിയിട്ടാണല്ലോ CPM DYFI ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ആപ്പിന് മെയിൻ്റനൻസ് ചാർജ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പ്രയാസമുള്ളതുകൊണ്ടാണല്ലോ 1 വർഷക്കാലം മെയിൻ്റനൻസ് ചാർജ് കൊടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കൂ. അത് ആ സമയത്തെ കളക്ഷന് വേണ്ടി രൂപം കൊടുത്തൊരു ആപ്പാണ്. ആ ആപ്പ് മുഖാന്തരം അന്ന് അതിലേക്ക് ആര് പണം കൈമാറിയാലും അവർക്ക് റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് മണി ആയിട്ടാണ് എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത്. അതിൻ്റെ കണക്ക് KPC പ്രസിഡന്റ് പുറത്തു വിട്ടു. അത് വളരെ തുച്ഛമായ പണം മാത്രമാണ് ഞങ്ങൾ ആ തലത്തിൽ സമാഹരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഏറ്റെടുത്ത കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണം ആവശ്യമാണ്. അത് പൊതുജനങ്ങളിൽ നിന്നല്ല, അത് പാർട്ടിയിൽ നിന്ന് എടുത്തിട്ടാണ് അത് പൂർത്തീകരിക്കേണ്ടതും. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങളെയും പാർട്ടിയൊന്നും താരതമ്യം ചെയ്യുന്നതിന് അർത്ഥമില്ല, ശരി, അത് ഓക്കെ. പക്ഷേ എന്നാലും നിങ്ങളിവിടെ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളിപ്പോൾ 2 സ്ഥലങ്ങൾ 5 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ 1.5 മാസത്തോളമായി ഇതിനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും തുടങ്ങിയിട്ടില്ല. അല്ല, അതിനെ അങ്ങ് പറഞ്ഞ 2 കാര്യത്തെ തന്നെ ഒന്ന് പോസിറ്റീവായി കണ്ടു നോക്കൂ. അതായത് പിന്നെ ഞങ്ങൾ സമാഹരിച്ച പണത്തേക്കാൾ കൂടുതൽ തുക നൽകി ഞങ്ങൾ 5.5 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തു. 5.5 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തു. അതവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി മോഡൽ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പെർമിഷൻ എടുത്തു. അതിൻ്റെ ചുറ്റും അതിൻ്റെ തുടങ്ങും, ഈ ദിവസം തുടങ്ങും. അതിൻ്റെ ചുറ്റും ഫെൻസിങ് കെട്ടി തിരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോസസ്സായിട്ട് ഒരു ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്കാണല്ലോ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു സെക്കൻഡ് ആ ചോദ്യം, അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കണം. അങ്ങനെ ഇനിയിപ്പോൾ അധികം സമയമില്ല, മുഖ്യമന്ത്രിക്ക് ഇവിടെ ഒന്ന് പത്രസമ്മേളനം നടത്താനുള്ള സമയം ഇനി അവശേഷിക്കുന്നില്ല. ഇനി അങ്ങനെ അഥവാ വരാനുള്ള അവസരം ഉണ്ടായാൽ, ഇനി റവന്യൂ മന്ത്രി ഇന്ന് വന്നു പോയാൽ വീണ്ടും മാറ്റാൻ വേണ്ടി വന്നാൽ, അങ്ങനെ മാറ്റാൻ വേണ്ടി വരുമല്ലോ, ഇറേസറായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും, ഈ 178 കഴിഞ്ഞ് കാണുന്ന ജനങ്ങൾക്ക് എന്ന് കൊടുക്കും? അല്ല, സർക്കാരിൻ്റെ പോരായ്മയെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഭൂമിക്കുക? ഒരു മിനിറ്റ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ മതി, 2 ആൾ ഒരേട്ടം ഉള്ള പോണേ, പിന്നെ എന്നിട്ട് തർക്കിക്കില്ലേ? പുള്ളി മാച്ചിട്ടുണ്ടാവും. പുള്ളി ഇപ്പോൾ ലീക്ക് അടക്കം ബാക്കിയല്ലേ, മൂപ്പർ എങ്ങനെ ബാക്കിയാൻ തുടങ്ങി നമ്മളെന്ത് ചെയ്യും? ഒരു മിനിറ്റ് അതിലൊരു സെക്കൻഡ് അതിലങ്ങ് എന്തോ അല്ല പറയട്ടെ ചേട്ടാ, ഒരു സെക്കൻഡ്. 1 2 3 നിങ്ങൾ 3 പേർക്കും കൂടി ഒരാൾ ചോദിക്കുമോ? 3 ആൾക്കും കൂടി വേണ്ടിയിട്ട് ഒരാൾ ചോദിക്കും. ഒരേ ചോദ്യം 3 ആയിട്ട് ചോദിക്കില്ല. അല്ല, 3 ആളും കൂടി അപ്പോൾ ചേച്ചിയുടെ ഉത്തരത്തിന് മറുപടി പറയാം. പോട്ടെ, ഇനി അങ്ങൊന്നും ചെയ്യണ്ടേ? ഞാൻ ഇതിൻ്റെ ഇടയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോയിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അന്ന് നേരിൽ സംസാരിച്ചപ്പോഴും വാക്കാൽ പറഞ്ഞുറപ്പ് സർക്കാർ സന്നദ്ധ സംഘടനകളെ ക്ഷണിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് സർക്കാർ സ്ഥലം കൈമാറും. സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ, വീട് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും കണക്കാക്കുന്നതും സന്നദ്ധ സംഘടനകൾ കണക്കാക്കിയിരുന്നതും സർക്കാർ ഞങ്ങളോട് പറഞ്ഞ ഘട്ടത്തിൽ സംസാരിക്കും. രേഖാമൂലമൊന്നും പറഞ്ഞ ഉറപ്പിനെ പറ്റിയിട്ടല്ല. രേഖാമൂലം തന്ന ഉറപ്പിനെ പറ്റിയിട്ടാണെങ്കിൽ എത്ര സമരം നടത്തുമായിരുന്നു. രേഖാമൂലം തന്ന ഉറപ്പിനെ പറ്റിയിട്ടല്ല. ഇത് പിന്നെ ഉറപ്പാണ് LDF എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്ന നമ്മൾ കണക്കാക്കി പോയി. എന്ത് ചെയ്യാൻ സാധിക്കും? മാറിപ്പോയി. ചെറിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ദേശീയ തലത്തിൽ ഒരുപാട് എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വീടുണ്ടാക്കി 50. അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് എൻ്റെ ആശയക്കുഴപ്പം കൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ 2 ഒരേ സ്ഥാപനമല്ലല്ലോ? അല്ല, അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി ഒരാൾ കണ്ടെടുത്താൽ ചോദിച്ചു. ഇനി ഒരാൾ ദേശാഭിമാനി, ഒരാൾ കേരളയാണോ? ഇനി അല്ല, അങ്ങ് ഏതാ പീപ്പിളാണോ? ഇനി അല്ല, ചോദ്യത്തിനുള്ള ഞാനിവിടെ ഇതെങ്ങനെ പറയും? ഞാൻ ചോദിക്കട്ടെ,
ഈ മൂന്നാളും ഒരേ സമയം കിടന്ന് ബഹളം വെച്ച് ആരോ ചോദ്യത്തിന് ഉത്തരം പറയണം? 1 by 1 ആയിട്ട് ചോദിച്ചോ? 1 by 1 ആയിട്ട് ചോദിച്ചോ? ഇനി ചോദിക്കി. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടാളും സൈലന്റ് അങ്ങയുടെ ചോദ്യം ചോദിക്കി. ഞാൻ അത് നേരത്തെ പറഞ്ഞു. ഞാൻ അതിനുള്ള മറുപടി ആദ്യം പറഞ്ഞു. ക്വസ്റ്റ്യൻ ക്യാൻസൽ. അടുത്ത് പറ. എങ്ങനെ? അല്ല, സർക്കാർ ഞങ്ങൾ വിളിച്ചിട്ട് സ്ഥലം തരണം എന്ന് പറഞ്ഞില്ല. സർക്കാർ ആദ്യം പറഞ്ഞു. വീണ്ടും പറയട്ടെ. എന്താ മേഡം അങ്ങനെ അങ്ങനെ വല്ലാതാവല്ലേ? അത് കഴിയട്ടെ. അവർ 3 ചോദ്യം ചോദിച്ചു. ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തു. അവർ 3 ചോദ്യം ചോദിച്ചു. അല്ല, ആയത്തിനുള്ള മറുപടി ഞാൻ തുടക്കത്തിൽ സംസാരിക്കാനിടയിൽ 2 തവണ പറഞ്ഞു. അപ്പോൾ ആ ചോദ്യം അങ്ങേക്ക് മനസ്സിലാണെന്ന് കണക്കാക്കുക, മറുപടി മനസ്സിലായിട്ടെന്ന് കണക്കാക്കാണ്. രണ്ടാമത് ചോദിച്ചു, സർക്കാർ വിളിച്ച് നിങ്ങൾക്ക് സ്ഥലം തരാൻ വേണ്ടി സാധിക്കുമോ? സർക്കാർ വിളിച്ച് സ്ഥലം തരാൻ വേണ്ടി സാധിക്കുമോ ഞങ്ങൾക്കറിയില്ല. സർക്കാരാണ് പറയേണ്ടത്. സർക്കാരാണ് പറഞ്ഞത് എന്ത്, ഇവിടെ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുക. ആദ്യം 8 ലക്ഷം പറഞ്ഞു, പിന്നെ 15 ലക്ഷം പറഞ്ഞു, പിന്നെ റിവൈസ് ചെയ്ത് 20, 25, 30 ഒക്കെ ആയി പോയത് സർക്കാർ തന്നെയല്ലേ. അപ്പോൾ സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ള തീരുമാനം എടുക്കുന്ന ഘട്ടത്തിലാണ് സ്വാഭാവികമായി ഞങ്ങളെല്ലാം ഞങ്ങളുടേതായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇനി അപ്പോഴും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ CMDRFിലേക്ക് ഞങ്ങൾ പണം കൈമാറിയില്ല എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം. DYFI CMDRFിലേക്ക് പണം കൈമാറിയോ? ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. അല്ല, ഞാൻ ഒരു മിനിറ്റ് അവരെ കണ്ടില്ല. ഞാൻ അതിൽ എന്താ പ്രശ്നം? ഞാൻ അങ്ങേ കുറ്റം പറയില്ല. ഞാൻ അങ്ങേ കുറ്റം പറയില്ല. കാരണം അതാണ് പ്രശ്നം. ഞാൻ അങ്ങേ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ അങ്ങ് പിടിച്ചാൽ മൈക്ക് അനുസരിച്ച് ഇങ്ങനെ ചോദിക്കാനേ പറ്റൂ. അതിൻ്റെ ആ മാധ്യമധർമ്മം നിറവേറ്റുക. ഞാൻ ചോദിച്ച ചോദ്യം കൈരളിയുടെ മാധ്യമപ്രവർത്തകയോട് ഞാൻ ചോദിച്ച ചോദ്യം, കൈരളി ചാനൽ ഉൾപ്പെടെ നിരവധി തവണ CMDRFിലേക്ക് കോൺഗ്രസ് പണം കൈമാറാത്തതിനെ സംബന്ധിച്ച് നിരന്തര വിമർശനം ഉന്നയിച്ചു. DYFI CMDRFിലേക്ക് പണം കൈമാറിയിട്ടുണ്ടോ? ബാങ്ക് ബാലൻസ് അല്ല, ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത റെസിപ്റ്റ്. അത് എവിടേക്കായിരുന്നു? CMDRFിലേക്കാണോ? അല്ല. DYFIയുടെ അതായത് നിങ്ങൾ 3 മാധ്യമപ്രവർത്തകർ നിങ്ങൾ കൈരളിയിൽ നിന്നും ഒരു മിനിറ്റ് കേക്കൂ. അങ്ങിങ്ങനെ പ്രകോപിതനാവില്ല. ഞാനിവിടെ വളരെ കൂളായിട്ട് ഞങ്ങളിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ 3 മാധ്യമപ്രവർത്തകർ മാത്രം പ്രകോപിതരാവണതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് പിന്നെന്താ? അങ്ങക്ക് ഉത്തരമില്ല. ഞാൻ ചോദിച്ച വളരെ കൃത്യമാണ്. CMDRFിലേക്ക് ഞങ്ങൾ പണം കൈമാറിയില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത കൈരളിക്ക് CMDRFിലേക്ക് DYFI പണം കൈമാറിയതിൻ്റെ ഒരു റെസിപ്റ്റ് കാണിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അത് അങ്ങേക്ക് അറിയില്ല. അത് സനോജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അത് അറിയാണ്ട് അദ്ദേഹം പുറത്ത് പറഞ്ഞു വേണം. ഇനി അത് വിട്ടേക്ക്. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൊണ്ടുപോകുന്നില്ല.